2014 ജൂൺ 24-ാം തീയതി തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ പിച്ചമ്പടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ പൊന്നുസ്വാമി നാഗവല്ലി ദമ്പതികൾക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികൾ. മൂത്ത കുട്ടി ഇതേപോലെ +2 പാസ്സായി കഴിഞ്ഞതിന് ശേഷം അവളെ വിവാഹം ചെയ്ത് അയച്ചു. അവളിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ കൂടെ. പിന്നെ രണ്ടാമത്തെ മകൾ വിനീത ഈ വർഷം +2 പാസ്സാവുകയാണ്. വിനീതയോട് പൊന്നുസ്വാമി പറഞ്ഞു, മോളെ 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ കെട്ടിച്ചു വിടും, ചെറുക്കനെയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിനീത പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്ക് തുടർന്ന് പഠിക്കണം, എന്നിട്ട് എനിക്കൊരു ജോലി വാങ്ങിക്കണം, എന്നിട്ട് അച്ഛനെയും അമ്മയെയും എനിക്ക് സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴേ അമ്മയായ നാഗവല്ലി പറഞ്ഞു, അതൊന്നും നടക്കില്ല മോളെ, കാരണം നിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോഴേ വിനീത പറഞ്ഞു, അതൊന്നും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട, പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഞാനൊരു ജോലിയും കൂടി കണ്ടുവച്ചിട്ടുണ്ട്, ആ ജോലിയും കൂടി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ വിനീത അടുത്തുള്ള ഒരു പോളിടെക്നിക് കോളേജിൽ ചേരുകയാണ്. പിന്നീട് അതിനടുത്തുള്ള ഒരു കൊതുകുവല കമ്പനിയിൽ ജോലിക്കും കൂടി ചേർന്നു. ശനിയും ഞായറും അവിടെ പോയി ജോലി ചെയ്യും, ബാക്കിയുള്ള ദിവസങ്ങളിൽ കോളേജിൽ പോകും. അങ്ങനെയായിരുന്നു കരാറ്. ഏതായാലും കോളേജിൽ പോക്കും ജോലിയൊക്കെ നടന്നുകൊണ്ടിരുന്നു. സൈക്കിളിലാണ് വിനീത പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ തമിഴ്നാട്ടിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ സൈക്കിൾ കാണാം. ഈ ഗ്രാമവഴിയിലൂടെ സ്ത്രീകളൊക്കെ വളരെ സ്പീഡിൽ സൈക്കിളും കൊണ്ട് ഓടിച്ചു പോകുന്നത് കാണാം. നമ്മളിവിടുത്തെ പോലെ ബൈക്കൊന്നുമല്ല, കേരളത്തിലെ പോലെ ബൈക്കൊന്നുമല്ല എല്ലാവരും ഉപയോഗിക്കുന്നത്. സ്കൂട്ടി വരെ വളരെ അപൂർവമാണ്. പിന്നെയുള്ളത് TVS ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാമവഴിയിലൂടെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു പോകും. ഇവർക്കും അതുപോലെ 2 കിലോമീറ്ററൊക്കെ ഈ സൈക്കിളിൽ പോയിട്ട് വേണം ബസ് കിട്ടുന്ന സ്ഥലമെത്താൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും രാവിലെ ഈ 2 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ട് പോകും. അവിടെ ഒരു നാഗരാജ് എന്ന് പറയുന്നൊരു വ്യക്തിൻ്റെ കടയുണ്ട്. ആ കടേൻ്റെ സൈഡിലാണ് വിനീത സൈക്കിൾ കൊണ്ട് വെക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ബസ് കയറി കോളേജിൽ പോകും, അവിടുന്ന് ജോലിക്കും കൂടി പോകും. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പാർട്ട് ടൈമിനും വേണ്ടി ജോലിക്ക് പോകാറുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 7 മണിയോട് കൂടിയിട്ടാണ് വിനീത തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ തന്നെ പിന്നെ ഈ 2 മണിക്കൂർ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു വിജനമായ വഴിയുമാണ്. അധികം ആൾക്കാരൊന്നും കാണില്ല. 7 മണിയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരൊന്നും കാണൂല. അങ്ങനെയുള്ളൊരു വഴിയുമാണ്. പക്ഷേ വിനീത ഭയങ്കര ധൈര്യശാലിയാണ്. എന്ത് പ്രതിസന്ധിയെയും നേരിടും. കാരണം ഭയങ്കര ശക്തിയാണ് വിനീതയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡാണ്. അതുകൊണ്ടാണല്ലോ 12ാം ക്ലാസ്സിന് ശേഷവും എനിക്ക് പഠിക്കണമെന്ന് ഗ്രാമത്തിലുള്ള മറ്റു പെൺകുട്ടികൾക്കൊന്നും ആ ധൈര്യമില്ല. വിനീത പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ 2014 ജൂൺ 24-ാം തീയതി കരൂർ മാരിയമ്മൻ കോവിലിൽ ഭയങ്കരമായൊരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കൂട്ടം ഇങ്ങെത്തും. അതുപോലെ കച്ചവടക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബഹളം തന്നെയാണ് ആ ഒരു ഏരിയയിൽ. അപ്പോൾ കരൂർ ഉത്സവത്തിന് പോകണം. വിനീത വീട്ടിൽ പറഞ്ഞു, അമ്മേ ഇന്ന് കമ്പനിയിൽ നിന്നും എല്ലാവരും കരൂർ ഉത്സവത്തിന് പോകുന്നുണ്ട് മാരിയമ്മൻ കോവിലിൽ, ഞാനും അവിടെ പോയിട്ട് വൈകുന്നേരം കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് ഒന്ന് അച്ഛനോടും കൂടി പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് മകള് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏതായാലും രാത്രി വരാൻ താമസിച്ചു. 12 മണിയായി. എന്നിട്ടും വിനീത മാത്രം വീട്ടിലെത്തിയില്ല. ഇവർക്കാകെ പേടിയായി. അച്ഛനും അമ്മയും ആകെ പേടിച്ചു വല്ലാതെ ഇരിക്കുന്നു. അയൽവക്കക്കാരോടൊക്കെ വിവരം പറഞ്ഞു. അയൽവക്കത്തുള്ള സെന്തിൽ എന്ന് പറയുന്നയാളും അവരുടെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് വിനീതയെ അന്വേഷിച്ച് അടുത്തുള്ള കൊതുകുവല കമ്പനിയിൽ ഓണറടുക്കെ പോയി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ജോലിക്ക് വന്നിരുന്നു, പക്ഷെ വൈകുന്നേരം ഉത്സവമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി എന്ന് പറഞ്ഞു. ഉത്സവപ്പറമ്പ് മൊത്തത്തിൽ അരിച്ചു പൊറുക്കുമ്പോഴേക്കും പൊന്നുസ്വാമിയും കൂടി അവിടെ ഉത്സവപ്പറമ്പിലെത്തിയിരുന്നു. അദ്ദേഹം എല്ലാവരും കൂടി നോക്കിയിട്ടും വിനീതയെ മാത്രം കണ്ടിട്ടില്ല. വിനീത എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഇവരിങ്ങനെ വരുമ്പോൾ, അതായത് ആ വീട്ടിലേക്ക് വരുന്ന 2 കിലോമീറ്ററിൻ്റെ ഇടയിൽ വെച്ചിട്ട് വയലിൽ വിനീതയുടെ സൈക്കിൾ കാണുകയാണ്. ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് വിനീതയുടെ സൈക്കിൾ തന്നെയാണ്. അങ്ങനെ വിനീത ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവരങ്ങനെ വിനീതയെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരച്ഛൻ പോലും കാണരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അത് കണ്ടു എന്നുള്ളതാണ്. അതായത് അർദ്ധനഗ്നമായിട്ട് തൻ്റെ മകൾ അവിടെ കിടക്കുകയാണ്. ഇവർ ഞെട്ടിത്തരിച്ചു. അദ്ദേഹം അലറിക്കരഞ്ഞുകൊണ്ട് റോഡിലേക്ക് തന്നെ ഓടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി, മേലധികാരികളൊക്കെ അറിയിച്ചു. അപ്പോഴവിടെ മറ്റൊരു പ്രശ്നം നടക്കുകയാണ്. അതായത് ഈ പെൺകുട്ടി താണജാതിക്കാരിയാണ്. അവിടെ ഉത്സവം നടക്കുന്നത് മുന്തിയ ജാതിയിലുള്ളവരാണ്. അപ്പോൾ അവിടെ ഉത്സവത്തിന് വന്ന ഏതോ മുന്തിയ ജാതിയിലുള്ള ആൾക്കാർ വന്നിട്ട് ഈ പെൺകുട്ടിയെ മനഃപൂർവ്വം ഉപദ്രവിച്ചു കൊന്നു എന്നുള്ള തരത്തിൽ അവിടെ ഒരു വലിയൊരു കലാപത്തിനുള്ള ആഹ്വാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള SI വന്ന് പറഞ്ഞത്, നിങ്ങൾ കലാപത്തിനൊന്നും ആഹ്വാനം ചെയ്യരുത്, ഈ പ്രതിയെ ഞങ്ങൾക്ക് പിടിക്കണം,
കാരണം പിടിച്ചില്ലെങ്കിൽ ഇനിയും ഗ്രാമത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. ഇത് ഒരാൾ ചെയ്ത പ്രവൃത്തിയാണെന്ന് പോലീസുകാർ ഇവരോട് പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ പോലീസും അതുപോലെ ഫോറൻസിക് വിഭാഗവും എല്ലാവരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പോഴാണ് അന്വേഷണ ചുമതലയുള്ള കരൂർ SP രാജേശ്വരിക്ക് അവിടെ വെച്ചിട്ട് ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം അവർക്ക് കയ്യിൽ കിട്ടുന്നത്. ആ പൈപ്പിൻ്റെ കഷ്ണത്തിൽ ചെറിയ രക്തത്തിൻ്റെ ഒരു പൊടിയുണ്ടായിരുന്നു. അപ്പോൾ രക്തം കണ്ടതുകൊണ്ട് ഇവർ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണിച്ചു, സാർ ഇവിടെ ഇതൊരു രക്തത്തിൻ്റെ ഒരു ഇതാണ്. അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ ഒന്നും കിട്ടൂല, ഇതിനെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവോയ്ഡ് ചെയ്തു. പക്ഷേ രാജേശ്വരിക്ക് പിന്നെയും അതവിടെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അവർ അത് എടുത്തിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു, ഇതിൻ്റെ അകത്ത് രക്തമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നിന്നും റിപ്പോർട്ട് വന്നു, ഇതിൻ്റെ അകത്ത് രക്തമുണ്ട്, ആണിൻ്റെ രക്തമാണ് എന്നുള്ളൊരു റിപ്പോർട്ടും കൂടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും ബ്ലഡും ഈ ബ്ലഡുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴേ ആരുടെ ബ്ലഡും മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ നിരാശയായിരുന്നു ഫലം. അതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് ബോഡിയൊക്കെ മറവ് ചെയ്തതിന് ശേഷം അന്വേഷണം ആരംഭിക്കുകയാണ്. ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ പോലീസുകാർ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം അവിടെയുള്ള പാൽക്കാരൻ അവിടത്തേക്ക് വരുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന പാൽക്കാരൻ ഒരു നിർണായക വിവരം പോലീസുകാർക്ക് കൊടുക്കുകയാണ്. ഈ ഉത്സവം നടക്കുന്ന അന്ന് രാത്രി, ഈ പെൺകുട്ടിയെ കാണാതായ അന്ന് രാത്രി ഞാൻ വൈകുന്നേരം വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ ഒരു വെറ്റിലത്തോട്ടത്തിൻ്റെ അടുത്ത്. അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഈ നാട്ടുകാരനല്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഉത്സവം കൂടാൻ വന്നതാണ്, ഞാൻ ഒന്നിനു പോകാൻ വേണ്ടിയിട്ട് വെറ്റക്കൃഷീൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. ഏതായാലും പോലീസുകാർ അതുപോലെ കുറ്റം ചെയ്യുന്ന ഇല്ലെങ്കിൽ മോഷണം നടത്തുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ അവരുടെയൊക്കെ ബ്ലഡ് സാമ്പിളുകൾ അന്വേഷിച്ചപ്പോൾ ജയിലിലുള്ള സ്പ്ലെൻഡർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബ്ലഡുമായിട്ടിത് യോജിക്കുന്നുണ്ട്. അങ്ങനെ രാമചന്ദ്രനെ പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാമചന്ദ്രൻ ജയിലിലെത്തിയിരിക്കുന്നത് മോഷണ കേസിലാണ്. രാമചന്ദ്രൻ 8ഓളം കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു ആ ഒരു സമയത്ത് എന്ന് പോലീസിന് മനസ്സിലായി. ഏതായാലും ബ്ലഡ് സാമ്പിൾ കൃത്യമായിട്ട് അന്വേഷിച്ച് രാമചന്ദ്രനോട് പറഞ്ഞപ്പോഴേ അദ്ദേഹം കുറ്റമെല്ലാം സമ്മതിച്ചു എന്നുള്ളതാണ്. കാരണം അന്ന് ഉത്സവം കൂടാൻ വന്നതാണ് രാമചന്ദ്രൻ. ഉത്സവം കൂടുന്നതോട് കൂടിയിട്ട് കുറച്ച് മോഷണവും പിടിച്ചുപറിയും ഇതൊക്കെ നടത്തണം, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ്. അങ്ങനെ ഇദ്ദേഹം കുറച്ച് വെള്ളമടിക്കുന്നതിന് വേണ്ടിയിട്ട് വെറ്റ കൃഷി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി വെള്ളമടിക്കുമ്പോഴാണ് വിനീത സൈക്കിളിൽ ഒരു 7 മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്നത്. ഇദ്ദേഹം കണ്ടു. ഇദ്ദേഹം അവിടെ ചെന്ന് വിനീതയോട് പറഞ്ഞു, വെറ്റ പറിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്ന് തലയിൽ വെക്കുന്നതിന് വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിനീതയോട് ഇദ്ദേഹം അപേക്ഷിക്കുകയാണ്. വിനീത പാവം അപ്പോൾ തന്നെ വിനീത പറഞ്ഞു എന്നാണ് അതൊന്നും പ്രശ്നമില്ല, ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് വിനീത ഇയാളെ സഹായിക്കാൻ വേണ്ടി പോവുകയും ആ ഒരു നിമിഷം തന്നെ ഇദ്ദേഹം കത്തി കാണിച്ച് വിനീതയുടെ കഴുത്തിലുള്ള മാലയും കമ്മലും ഊരിയെടുക്കുകയും ചെയ്തു. പേടിച്ചരണ്ട വിനീത അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം ബലമായി കീഴ്പ്പെടുത്തി കൊല്ലുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ടു വരുമ്പോഴാണ് ഈ പാൽക്കാരൻ്റെ മുന്നിൽപ്പെട്ടത്. അങ്ങനെ പാൽക്കാരൻ്റെ മുന്നിൽ ഒരു പതർച്ചയൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടെങ്കിലും പാൽക്കാരനൊന്നും മനസ്സിലായിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്നും മോഷ്ടിച്ച ഈ മാലയും അതുപോലെ കമ്മലും ഇതൊക്കെ സുഹൃത്തായ മണികണ്ഠന് കൊടുത്തു. മണികണ്ഠൻ ഇത് കൊണ്ടുപോയിട്ട് പണയം വെച്ച് പൈസയും വാങ്ങിച്ചു. അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ വെള്ളമൊക്കെ അടിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു മോഷണ കേസിൽ ഈ പ്രതിയെ പിടികൂടുന്നതും ഇദ്ദേഹം ജയിലിലാകുന്നതും. അങ്ങനെ രണ്ടുപേർക്കുമുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു. രാമചന്ദ്രന് വധശിക്ഷയും മണികണ്ഠന് 30 വർഷം കഠിന തടവുമാണ് കോടതി വിധിച്ചത്. വധശിക്ഷയ്ക്കെതിരെ രാമചന്ദ്രൻ അപ്പീൽ പോയെങ്കിലും എല്ലാ കോടതിയും ചന്ദ്രനുള്ള വധശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ സെൻട്രൽ ജയിൽ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല, വധശിക്ഷയും കാത്ത് കഴിയുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.